നമസ്കാരം. ഇന്ന് കർക്കിടകം 21 അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിൽ നിന്നും ജടായുഗതി എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ വഴിമധ്യേ രാവണനാൽ യുദ്ധം ചെയ്ത് തകർന്ന തേരും വില്ലും ശരങ്ങളുമെല്ലാമായി ഭീമാകാരമായ ഒരു ഘോരരൂപം കിടക്കുന്നത് കണ്ടു. സീതാദേവിയെ ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞ രാക്ഷസനാണോ എന്ന് തെറ്റിദ്ധരിച്ച് ശ്രീരാമൻ അമ്പും വില്ലുമെടുത്ത് ആ രൂപത്തിന് നേരെ ശരമെയ്യാനൊരുങ്ങി നിൽക്കെ ഭയന്ന് വിറച്ച് പക്ഷിരാജൻ താൻ ജടായുവാണെന്ന് ശ്രീരാമദേവനെ അറിയിച്ചു. ദുഷ്ടനായ രാവണൻ അങ്ങയുടെ ഭാര്യയെ മോഷ്ടിച്ചുകൊണ്ട് ആകാശമാർഗത്തിലൂടെ പോകുമ്പോൾ ഞാൻ ചെന്ന് അവനെ തടഞ്ഞു. അവനോട് യുദ്ധം ചെയ്തപ്പോൾ ചന്ദ്രഹാസമെടുത്ത് എന്നെ വെട്ടി വീഴ്ത്തി. കൊടിയ വേദനയോടെ ഞാൻ നിലം പതിച്ചു. അങ്ങയെ കണ്ട് വിവരം പറയും മുൻപ് മരണമുണ്ടാകരുതെന്ന് സീതാദേവിയിൽ നിന്ന് ഞാൻ വരം നേടി. ദയാനിധേ, അവിടുന്ന് എന്നെ തൃക്കൺ പാർക്കണം. അങ്ങയുടെ പാദകമലങ്ങൾ നിത്യവും എൻ്റെ ഹൃദയത്തിൽ വിളങ്ങണം. ഇങ്ങനെ ജടായു പറയുന്നത് കേട്ട് രഘുനാഥൻ കരുണയോടെ അടുത്തു ചെന്നിരുന്ന് ആ പക്ഷിയുടെ ഉടൽ തലോടി ദുഃഖാശ്രുക്കൾ ഒഴുകുന്ന കണ്ണുകളോടെ ജടായുവിനെ ആശ്വസിപ്പിച്ചു. സീതാദേവിയുടെ വിവരങ്ങൾ അന്വേഷിച്ചു. തുടർന്ന് സാക്ഷാൽ മഹാവിഷ്ണു രൂപം പൂണ്ട ശ്രീരാമചന്ദ്രനെ കണ്ട് കൂപ്പിത്തൊഴുതുകൊണ്ട് പക്ഷീന്ദ്രൻ ഭക്തിപൂർവം ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു. ഇങ്ങനെയെല്ലാമാണ് ഈ ഭാഗത്തിൽ വിവരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ പാരായണം തുടങ്ങാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമദേവനേവം തിരിഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ പുഷ്ടവേദനയോടു ഭൂമിയിൽ വീണാളല്ലോ. നിൻ തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയാകിന്നിന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാനിധേ. തൃക്കഴലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു. തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാനവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും
രാമചന്ദ്രൻ. അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരിഗദാ പത്മമകുടപീതാംബരാദ്യാങ്കിതരൂപം പൂണ്ട വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. തേജസ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു സന്നതഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴുതു തുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജലപാത്രൗഘസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനന്ദമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാ മനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മലമാത്മാ രാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി. അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണു. പരമിസ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ പക്ഷീന്ദ്ര നിന്നെപ്പോലെ മത്പരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠനങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചിതു തേ. നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ. നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ